നമസ്കാരം, വാർത്താ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ എബിഷ. 80ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ച് ദക്ഷിണ കേരള മഹായിടവക. ഇന്ത്യയുടെ 80ാം സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് CSI ദക്ഷിണ കേരള മഹായിടവകയിലെ ബിഷപ്പ് റൈറ്റ് റവറൻഡ് ഡോക്ടർ പ്രിൻസൻ ബെൻ തിരുമേനി ഓഗസ്റ്റ് 15 രാവിലെ പതാക ഉയർത്തി. ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടുകൂടി നടന്ന പതാക ഉയർത്തലിൽ മഹായിടവക സെക്രട്ടറി ഡോക്ടർ TT പ്രവീൺ MLA, വൈസ് ചെയർമാൻ റവറൻഡ് ഡോക്ടർ ഗിൽബർട്ട് ജോസ്, ജോയിന്റ് വൈസ് ചെയർമാൻ റവറൻഡ് ഡി സെബാസ്റ്റ്യൻ, ട്രഷറർ റവറൻഡ് ഡോക്ടർ ക്രിസ്റ്റൽ ജയരാജ്, പാസ്റ്റർ ബോർഡ് സെക്രട്ടറി റവറൻഡ് ഡോക്ടർ ജെ ജയരാജ്, മറ്റ് സഭാ ശുശ്രൂഷകരും LMSലെ മറ്റ് ജീവനക്കാരും പങ്കെടുത്തു. ഒപ്പം പ്രതിജ്ഞ ചൊല്ലുകയും മധുരം നൽകുകയും ചെയ്തു. തിരുവനന്തപുരം LMS കോമ്പൗണ്ടിനുള്ളിൽ പ്രവർത്തിക്കുന്ന വനിതകൾക്കായുള്ള വിൽസ് ഹോസ്റ്റലിൽ പരിമിതമായ ഒഴിവുകളുണ്ട്. വിൽസ് ഹോസ്റ്റൽ ഫോർ വുമൺസിൽ വനിതകൾക്കായുള്ള ഹോസ്റ്റൽ സൗകര്യം സുരക്ഷിതവും സൗകര്യപ്രദവുമാണ്. 24x7 വൈഫൈ സൗകര്യം, 24x7 സുരക്ഷാ സംവിധാനം, CCTV നിരീക്ഷണം, സൗകര്യപ്രദമായ മുറികൾ, പഠനത്തിന് അനുകൂലമായ അന്തരീക്ഷം, ചാർജിംഗ് പോയിന്റുകൾ തുടങ്ങിയവയും ഒരുക്കിയിരിക്കുന്നു. ഹോസ്റ്റൽ പ്രവേശനവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾക്കായി 90 61 76 62 93 എന്ന നമ്പരുമായി ബന്ധപ്പെടുക. CSI ITI കൊടിയന്നൂർ കൊണത്ത് വിവിധ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ തുടരുന്നു. ടൂൾ ആൻഡ് ഡൈ മേക്കിംഗ്, ഫിറ്റർ, വെൽഡർ തുടങ്ങിയ ട്രേഡുകളിലേക്കാണ് അഡ്മിഷൻ തുടരുന്നത്. NCVT അംഗീകൃത കോഴ്സുകൾ സാങ്കേതിക വിദ്യാഭ്യാസത്തിന് മികച്ച ഗുണനിലവാരം ഉറപ്പാക്കുന്നു. പരിചയസമ്പന്നരായ അധ്യാപകരുടെയും നൈപുണ്യ വികസനത്തിനായി വിദഗ്ധരുടെ സേവനവും ലഭ്യമാണ്. ബ്രഹ്മോസ്, VSSC തുടങ്ങിയ പ്രശസ്തമായ സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കാനുള്ള അവസരം ഒരുക്കുന്നു. വിദഗ്ധരായ വെൽഡർമാർക്ക് വിദേശ രാജ്യങ്ങളിൽ ജോലി സാധ്യത ലഭ്യമാക്കുന്നു. കൂടാതെ പഠനത്തോടൊപ്പം തൊഴിൽ പരിശീലനവും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി 89 21 22 66 85 എന്ന നമ്പരുമായി ബന്ധപ്പെടുക. CSI ദക്ഷിണ കേരള മഹായിടവക ക്രിസ്ത്യ വിദ്യാഭ്യാസ സമിതിയുടെ നേതൃത്വത്തിൽ LMS കോമ്പൗണ്ടിൽ വെച്ച് 2026 സെപ്റ്റംബർ 26 ശനിയാഴ്ച 8:30 മുതൽ 1 മണി വരെ അധ്യാപക പരിശീലനം നടക്കുന്നു. സൺഡേ സ്കൂൾ ശുശ്രൂഷ കൂടുതൽ ഫലപ്രദവും ക്രമബദ്ധവുമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി അടുത്ത അധ്യയന വർഷം മുതൽ സൺഡേ സ്കൂളിൽ പുതുതായി അധ്യാപകരായി നിയമിതനാകുന്നവർക്ക് അധ്യാപക പരിശീലനം നേടിയവരായിരിക്കണം എന്ന നിബന്ധന നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി പുതുതായി സൺഡേ സ്കൂൾ അധ്യാപകരാകാൻ ആഗ്രഹിക്കുന്ന സൂപ്പർ അഡൽട്ട് ഫസ്റ്റ്, സൂപ്പർ അഡൽട്ട് സെക്കൻഡ് ഗ്രേഡുകളിൽ പഠിക്കുന്നവർക്കും അധ്യാപക ശുശ്രൂഷയിൽ താല്പര്യമുള്ള മറ്റ് വ്യക്തികൾക്കും പ്രത്യേക അധ്യാപക പരിശീലന ക്ലാസ് സംഘടിപ്പിക്കുന്നു. കുട്ടികളെ ദൈവവചനത്തിൽ വളർത്തുകയും അവരുടെ ആത്മീയവും ധാർമ്മികവുമായ ജീവിതത്തിന് ശരിയായ മാർഗനിർദ്ദേശം നൽകുകയും ചെയ്യുക എന്നത് വളരെ ഉത്തരവാദിത്വമുള്ള ശുശ്രൂഷയാണ്. അതിനാൽ ഒരു നല്ല സൺഡേ സ്കൂൾ അധ്യാപകനായി സേവനം ചെയ്യുന്നതിന് ആവശ്യമായ അധ്യാപന രീതികൾ, കുട്ടികളുടെ മനഃശാസ്ത്രം, ബൈബിൾ പഠിപ്പിക്കുന്ന രീതികൾ, ക്ലാസ് മാനേജ്മെന്റ്, ആത്മീയ നേതൃത്വം തുടങ്ങിയ മേഖലകളിൽ അടിസ്ഥാനപരമായ പരിശീലനം നേടുന്നത് ഏറെ പ്രയോജനമായിരിക്കും. അധ്യാപക ശുശ്രൂഷയിലേക്ക് കടന്നുവരാൻ ആഗ്രഹിക്കുന്നവർക്ക് തങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കുന്നതിനും ആത്മവിശ്വാസത്തോടെ കുട്ടികളെ നയിക്കുന്നതിനും ഈ പരിശീലനം സഹായകമാകും. ഒരു തലമുറയെ വിശ്വാസത്തിൽ വളർത്തുക എന്ന മഹത്തായ ദൗത്യത്തിൽ പങ്കാളികളാകാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ അവസരം പ്രയോജനപ്പെടുത്താമെന്ന് അഭ്യർത്ഥിക്കുന്നു. അധ്യാപക ശുശ്രൂഷയിൽ താല്പര്യമുള്ള എല്ലാവർക്കും ഈ പരിശീലന ക്ലാസ്സിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. രജിസ്ട്രേഷൻ ഫീസ് 100 രൂപയാണ്. രജിസ്ട്രേഷൻ ചെയ്യേണ്ട അവസാന തീയതി 2026 സെപ്റ്റംബർ 21 ദക്ഷിണ കേരള മഹായിടവക യുവജന സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ ബാലജന സഖ്യത്തിലെയും യുവജന സഖ്യത്തിലെയും അംഗങ്ങൾക്കായി ദൂത് 2026 എന്ന പേരിൽ മഹായിടവക തല പ്രസംഗ മത്സരം ക്രമീകരിക്കുന്നു. കുട്ടികളിലും യുവതിയുവാക്കളിലും പ്രസംഗിക്കാനുള്ള കഴിവും താല്പര്യവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മഹായിടവക തലത്തിൽ പ്രസംഗ മത്സരം ക്രമീകരിക്കുന്നത്. യുവജന സഖ്യത്തിലെ എല്ലാ അംഗങ്ങൾക്കും ബാലജന സഖ്യത്തിലെ ജൂനിയർ, സീനിയർ ഗ്രേഡുകളിലെ കുട്ടികൾക്കും ഈ മത്സരത്തിൽ പങ്കെടുക്കാം. 5 വ്യത്യസ്ത റൗണ്ടുകളിലൂടെയാണ് ഈ മത്സരം ക്രമീകരിച്ചിരിക്കുന്നത്. പങ്കെടുക്കുന്നവർ തയ്യാറാക്കിയിരിക്കുന്ന പ്രത്യേക ഫോം സഭാ ശുശ്രൂഷകനും CY സെക്രട്ടറിയും സാക്ഷ്യപ്പെടുത്തി സെപ്റ്റംബർ 3 മുൻപ് ബോർഡ് ഫോർ യൂത്ത് വർക്ക് ഓഫീസിൽ 100 രൂപ രജിസ്ട്രേഷൻ ഫീസോടുകൂടി എത്തിക്കേണ്ടതാണ്. സെപ്റ്റംബർ 5 ശനിയാഴ്ച രാവിലെ 9 മണി മുതൽ പ്രസംഗ മത്സരത്തിന്റെ ആദ്യ റൗണ്ട് LMS കോമ്പൗണ്ടിൽ വെച്ച് നടക്കുന്നതായിരിക്കും. തുടർന്നുള്ള റൗണ്ടുകൾ സെപ്റ്റംബർ 12 രാവിലെ 9 മണി മുതൽ LMS കോമ്പൗണ്ടിൽ വെച്ച് നടക്കും. CSI പ്രൈവറ്റ് ITI മൈലം NCVT അംഗീകൃത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. ഇലക്ട്രീഷ്യൻ, പ്ലംബർ എന്നീ ട്രേഡുകളിലേക്കാണ് പ്രവേശനം. കഴിഞ്ഞ വർഷവും വിദ്യാർത്ഥികൾക്ക് 100% വിജയം കൈവരിക്കാൻ സാധിച്ചു. അതോടൊപ്പം ഈ സ്ഥാപനത്തിൽ നിന്ന് പഠനം പൂർത്തിയാക്കുന്ന ട്രെയിനീസിന് 100% പ്ലേസ്മെന്റും നൽകുന്നു.
കൂടാതെ മികച്ച പരിശീലന സൗകര്യങ്ങളും SC/ST ട്രെയിനീസിന് സ്കോളർഷിപ്പ്, ക്രിസ്ത്യൻ മുസ്ലിം ട്രെയിനീസിന് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ്, ബസ് കൺസെഷൻ ടിക്കറ്റ്, ട്രെയിൻ കൺസെഷൻ ടിക്കറ്റ്, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ആനുകൂല്യങ്ങളും ലഭ്യമാക്കുന്നു. SSLC യോഗ്യതയുള്ളവർക്കും അതിലുപരി പഠിച്ചവർക്കും അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി 94 46 31 61 04 എന്ന നമ്പരുമായി ബന്ധപ്പെടുക. മഹായിടവകതല സൺഡേ സ്കൂൾ കലാമത്സരങ്ങൾ നിക്കോൺ 2026 എന്ന പേരിൽ ഒക്ടോബർ 17, 18 തീയതികളിൽ LMS കോമ്പൗണ്ടിൽ വെച്ച് നടത്തപ്പെടുന്നു. ഏരിയ തലത്തിൽ വിവിധ കലാമത്സരങ്ങളിൽ 1ഉം 2ഉം സ്ഥാനങ്ങൾ കരസ്ഥമാക്കിയ എല്ലാ മത്സരാർത്ഥികളും മഹായിടവകതല സൺഡേ സ്കൂൾ ഫെസ്റ്റിവലിൽ നിർബന്ധമായും പങ്കെടുക്കേണ്ടതാണ്. ഏരിയ തല മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകൾ കൂടുതൽ വിപുലമായ വേദിയിൽ അവതരിപ്പിക്കാനും ആത്മവിശ്വാസത്തോടെ മത്സരിക്കാനും നിക്കോൺ 2026 ഒരു മികച്ച അവസരമായിരിക്കും. ഓരോ മത്സരാർത്ഥിയും തങ്ങൾക്ക് ലഭിച്ച ഏരിയ തല സ്ഥാനവും യോഗ്യതയും ഉറപ്പുവരുത്തി ബന്ധപ്പെട്ട ഏരിയ സഭ അധികാരികളുമായി സഹകരിച്ച് മഹായിടവക മത്സരത്തിനായുള്ള രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കേണ്ടതാണ്. മത്സരാർത്ഥികൾ നിശ്ചിത സമയത്തിന് മുൻപായി വേദിയിൽ എത്തിച്ചേരുകയും ആവശ്യമായ രേഖകളും മത്സരത്തിനാവശ്യമായ സാമഗ്രികളും സഹിതം പങ്കെടുക്കണമെന്ന് അറിയിക്കുന്നു. അധ്യാപകരും സൺഡേ സ്കൂൾ ഭാരവാഹികളും മാതാപിതാക്കളും മത്സരാർത്ഥികൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശവും പിന്തുണയും നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. കലയും കഴിവും വിശ്വാസവും ഒരുമിക്കുന്ന ഈ മഹത്തായ വേദിയിൽ നിങ്ങളുടെ ഏരിയയെ പ്രതിനിധീകരിച്ച് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ എല്ലാ വിജയികളെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. CSE ദക്ഷിണ കേരള മഹായിടവക LMS കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന പോളിയോ ഹോം കമ്പ്യൂട്ടർ സെന്റർ പ്രൈവറ്റ് ITIയിൽ കമ്പ്യൂട്ടർ ഓപ്പറേഷൻ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്ക് അഡ്മിഷൻ തുടരുന്നു. ഇന്ത്യ ഗവൺമെന്റിന്റെ NCVT അംഗീകൃത ITI കോഴ്സാണ് കോപ്പ. കേരള PSC അംഗീകരിച്ചിട്ടുള്ള ഈ കോഴ്സ് ചെയ്യുന്നതിന് SSLC ആണ് യോഗ്യത. ഈ കോഴ്സിലൂടെ കമ്പ്യൂട്ടർ ഓപ്പറേഷൻ, MS ഓഫീസ്, ഡാറ്റ എൻട്രി, ഡിജിറ്റൽ സാങ്കേതിക വിദ്യ, ഓഫീസ് ഓട്ടോമേഷൻ, പ്രോഗ്രാമിംഗ് തുടങ്ങിയ മേഖലയിൽ പ്രായോഗിക പരിശീലനവും തുടർന്ന് തൊഴിലും നേടാം. അർഹരായ വിദ്യാർത്ഥികൾക്ക് ഫീസ് ആനുകൂല്യം ലഭ്യമാണ്. 2026 കോപ്പ പരീക്ഷയിൽ 100% വിജയം നേടിയ സ്ഥാപനമാണ് പോളിയോ ഹോം കമ്പ്യൂട്ടർ ITI. സ്കോളർഷിപ്പും ബസ് കൺസെഷനും ലഭ്യമാണ്. കമ്പ്യൂട്ടർ മേഖലയിൽ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനും തുടർ പഠനത്തിനും സഹായകരമായ ഈ മികച്ച അവസരമാണ് ഇതിലൂടെ ഒരുങ്ങുന്നത്. പരിമിതമായ സീറ്റുകൾ മാത്രമാണുള്ളത്. അഡ്മിഷനും കൂടുതൽ വിവരങ്ങൾക്കുമായി 90 61 76 62 93 എന്ന നമ്പരുമായി ബന്ധപ്പെടുക. കുട്ടികൾക്കായി മഹായിടവക തലത്തിൽ സംഘടിപ്പിക്കുന്ന ബാലപ്രതിഭ ക്യാമ്പ് ഫോർട്ടിസോ 2026 ഒക്ടോബർ 19, 20, 21 എന്നീ തീയതികളിൽ LMS കോമ്പൗണ്ടിൽ വെച്ച് നടക്കുന്നതാണ്. കുട്ടികളുടെ ആത്മീയവും മാനസികവും സാമൂഹികവും സർഗാത്മകവുമായ വളർച്ച ലക്ഷ്യമാക്കി ഒരുക്കുന്ന ഈ ക്യാമ്പ് അവരുടെ ജീവിതത്തിൽ പുതിയ അനുഭവങ്ങളും അറിവുകളും സൗഹൃദങ്ങളും സമ്മാനിക്കുന്ന ഒരു മികച്ച അവസരമായിരിക്കും. ബൈബിളിലെ മൂല്യങ്ങൾ കുട്ടികളുടെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെടുത്തി മനസ്സിലാക്കുന്നതിനും ദൈവവചനത്തെ ജീവിതത്തിന്റെ വഴികാട്ടിയായി സ്വീകരിക്കുന്നതിനും ക്യാമ്പ് സഹായകമാകും. വിവിധ പഠന പരിശീലന പരിപാടികൾ, കൂട്ടായ പ്രവർത്തനങ്ങൾ, കലാസാംസ്കാരിക പരിപാടികൾ, വിനോദങ്ങൾ, ആത്മീയ അനുഭവങ്ങൾ എന്നിവയിലൂടെ കുട്ടികൾക്ക് സന്തോഷവും ഫലപ്രദവുമായ സമയം ചെലവഴിക്കാൻ അവസരം ലഭിക്കും. കുട്ടികളുടെ കഴിവുകൾ കണ്ടെത്താനും വികസിപ്പിക്കാനും ആത്മവിശ്വാസം വളർത്താനും നേതൃത്വ ഗുണങ്ങൾ രൂപപ്പെടുത്താനും പരസ്പര സ്നേഹവും സഹകരണ മനോഭാവവും വളർത്താനും ഫോർട്ടിസോ 2026 ഒരു മികച്ച വേദിയായിരിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾ അഭിമുഖീകരിക്കുന്ന വിവിധ വെല്ലുവിളികൾക്കിടയിൽ ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ ശരിയായ ജീവിതമാർഗം തിരഞ്ഞെടുക്കാൻ അവരെ പ്രാപ്തരാക്കുക എന്നതാണ് ഈ ക്യാമ്പിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന്. അതിനാൽ 7 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികളെയും ഈ അനുഗ്രഹീതമായ ക്യാമ്പിൽ പങ്കെടുപ്പിക്കണമെന്ന് മാതാപിതാക്കളോടും സൺഡേ സ്കൂൾ ഭാരവാഹികളോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. രജിസ്ട്രേഷൻ ഫീസ് 600 രൂപയാണ്. രജിസ്ട്രേഷൻ ചെയ്യേണ്ട അവസാന തീയതി 2026 ഒക്ടോബർ 12 കുട്ടികൾ വേദപുസ്തകം കൊണ്ടുവരേണ്ടതാണ്. അതോടൊപ്പം 3 ദിവസത്തെ താമസത്തിന് ആവശ്യമായ സാധനങ്ങളും കൊണ്ടുവരണം. ക്യാമ്പിന്റെ ആരംഭം മുതൽ അവസാനം വരെ പങ്കെടുക്കേണ്ടതാണ്. വാർത്തകൾ അവസാനിക്കുന്നില്ല, തുടരും.